Cell structure and function. The structural and functional unit of life is called cell. ഓരോ ബിൽഡിങ്ങും ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിക്കുകൾ കൊണ്ടാണ്. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിക്ക് എന്ന് പറയാം. അതുപോലെ ഓരോ ജീവജാലങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണ്. That's why cell is known as the structural and functional unit of life. The cell was first discovered and named by Robert Hooke in 1665. The scientific study of cells is known as cytology. Who discovered that the body of animal is made up of cells? Theodor Schwann. Who discovered that the plant body is made up of cells? M.J. Schleiden. Cell theory was proposed by Schleiden and Schwann. ജന്തുജാലങ്ങളുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണെന്ന് തിയോഡർ ഷ്വാനും സസ്യജാലങ്ങളുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണെന്ന് M.J. ഷ്ലീഡനും കണ്ടുപിടിച്ചു. പിന്നീട് ഈ രണ്ട് തിയറികളും കൂട്ടിച്ചേർത്ത് സെൽ തിയറി ആവിഷ്കരിച്ചു. സോ സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. Who discovered the center of the cell and named it nucleus? റോബർട്ട് ബ്രൗൺ. സെല്ലിൻ്റെ സെൻറ്റർ പാർട്ടിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ബ്രെയിൻ ആണെന്ന് പറയാം. അതുപോലെ കോശത്തിൽ അഥവാ സെല്ലിൽ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ പാർട്ടായ ന്യൂക്ലിയസ് ആണ്. ദ ബ്രെയിൻ ഓഫ് ദ സെൽ, ന്യൂക്ലിയസ്. Who proposed the new cells arise through cell division of pre-existing cells? റുഡോൾഫ് വിർച്ചോ. നിലവിലുള്ള സെല്ലുകൾക്ക് സെൽ ഡിവിഷൻ നടക്കുന്നതിൻ്റെ ഫലമായാണ് പുതിയ സെല്ലുകൾ രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞത് റുഡോൾഫ് വിർച്ചോ ആണ്. ഷ്ലീഡൻ ആൻഡ് ഷ്വാനിൻ്റെ സെൽ തിയറിയോട് റുഡോൾഫ് വിർച്ചോയുടെ ഈ കണ്ടുപിടുത്തം കൂടി കൂട്ടിച്ചേർത്ത് സെൽ എക്സ്പാൻഷൻ തിയറി നിലവിൽ വന്നു. നെയിം ദ ലാർജസ്റ്റ് സെൽ. എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. ഏറ്റവും വലിയ സെൽ എന്നറിയപ്പെടുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. നെയിം ദ സ്മോളസ്റ്റ് സെൽ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് PPLO. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു തരം ബാക്ടീരിയയാണിത്. ഇതാണ് ഏറ്റവും ചെറിയ സെൽ. ഒരൊറ്റ കോശമുള്ള ജീവികളാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നറിയപ്പെടുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ, അമീബ, പാരമീസിയം, യുഗ്ലീന മുതലായവ. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നറിയപ്പെടുന്നത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ആണ് ഹ്യൂമൻ, കാറ്റ്, ഡോഗ്, പ്ലാന്റ്സ് എക്സെട്ര. The book Micrographia was written by Robert Hooke. The largest cell in the human body is ovum. Ovum is the female gamete. The longest cell in human body, nerve cell. All substances inside the cell membrane are called protoplasm. ഒരു സെല്ലിൻ്റെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിന് ഉള്ളിൽ ഉള്ള എല്ലാ വസ്തുക്കളെയും ചേർത്ത് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നു. ഹൂ യൂസ് ദ വേർഡ് പ്രോട്ടോപ്ലാസം ഫസ്റ്റ് ടൈം ഫോർ ലിവിങ് സെൽസ്? പർക്കിൻജെ. വിച്ച് സെൽ ഓർഗനൽ ഈസ് കോൾഡ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? മൈറ്റോകോൺട്രിയ. Which organelle helps in production and storage of energy in cells? Mitochondria. സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന ഓർഗനൽ ആയതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. Which organelle is called as the suicidal bags of the cell? Lysosome. സെല്ലിനുള്ളിലോട്ട് കയറുന്ന ഫോറിൻ ബോഡീസിനെ
എൻസൈംസ് ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സെല്ലുലാർ ഓർഗനലാണ് ലൈസോസോം. ലൈസോസോം ബ്രേക്ക് ഡൗൺ ചെയ്താണ് ഡൈജസ്റ്റീവ് എൻസൈം പുറത്തു വരുന്നത്. അതിനാലാണ് ലൈസോസോം സൂയിസൈഡൽ ബാഗ്സ് ഓഫ് സെൽ എന്ന് അറിയപ്പെടുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ മൈറ്റോകോൺഡ്രിയ ഇൻ ദ ഫോം ഓഫ് ATP, adenosine triphosphate. Dash is called biological energy currency of cell, ATP. The center of protein synthesis in cell is ribosome. Traffic police of the cell, Golgi bodies. പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും സ്റ്റോർ ചെയ്യുക, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടത്തിവിടുക തുടങ്ങിയ ഫങ്ഷൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഗോൾഗി ബോഡീസ് ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. വിച്ച് സെൽ ഓർഗനൽ ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ? സെൻട്രോസോം. വിച്ച് സെൽ ഓർഗനൽ സീൻ ഓൺലി ഇൻ അനിമൽ സെൽ? സെൻട്രോസോം, ലൈസോസോം. Two types of cell division, mitosis and meiosis. The type of cell division that occurs in body cells is known as mitosis. The type of cell division that occurs in reproductive cells is known as meiosis. Which cell division is called equational division? Mitosis. മൈറ്റോസിസ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോമുകൾ ഇരട്ടിക്കുകയും ഡോട്ടർ സെല്ലുകളിലേക്ക് 46 ക്രോമസോമുകൾ തുല്യമായി ലഭിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് മൈറ്റോസിസ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് അറിയപ്പെടുന്നത്. വിച്ച് സെൽ ഡിവിഷൻ ഇസ് കോൾഡ് റിഡക്ഷൻ ഡിവിഷൻ? മിയോസിസ്. മിയോസിസ് സെൽ ഡിവിഷൻ നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെല്ലുകളിലാണ്. മിയോസിസ് സെൽ ഡിവിഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലുകളിൽ 46 ക്രോമസോമുകൾക്ക് പകരം 23 ക്രോമസോമുകൾ മാത്രമേ കാണുകയുള്ളൂ. അതിനാലാണ് മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് അറിയപ്പെടുന്നത്. The two different nucleic acids found in the cells, DNA and RNA. DNA stands for deoxyribonucleic acid. RNA stands for ribonucleic acid. The double helix model of DNA was proposed by J.B. Watson and F.H. Crick. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നും ഈ മോഡൽ അറിയപ്പെടുന്നു. The term gene for the factors controlling heredity was coined by Johansen. Hereditary carriers in DNA, gene. The unit of heredity is known as gene. Division of nucleus during cell division is known as karyokinesis. Division of cytoplasm is called cytokinesis. Nervous system. The basic functional unit of nervous system is dash. Neuron. Longest cell in human body? Neuron. Which are the two parts of nervous system? Central nervous system and peripheral nervous system. The central nervous system consists of brain and spinal cord. Name the neuron part which receives impulses for the adjacent neuron. Dendrite. ന്യൂറോൺ ഓർ നെർവ് സെല്ലിൻ്റെ ഘടനയാണ് ചിത്രത്തിൽ കാണുന്നത്. ഇത്തരം ന്യൂറോണുകൾ കൂടിച്ചേർന്നാണ് നെർവ് രൂപം കൊള്ളുന്നത്. ന്യൂറോണുകളിലൂടെയുള്ള ഇലക്ട്രിക്കൽ മെസ്സേജിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യുമ്പോൾ ആദ്യം കടന്നു പോകുന്നത് ഡെൻഡ്രൈറ്റുകളിലൂടെ ആണ്. ദ പാർട്ട് ഓഫ് ദ ന്യൂറോൺ ദാറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സിനാപ്റ്റിക് നോബ്. തന്നിട്ടുള്ള ചിത്രത്തിൽ സിനാപ്റ്റിക് നോബ് കാണാൻ സാധിക്കും. സിനാപ്റ്റിക് നോബാണ് കുറച്ചുകൂടെ വലുതാക്കി കാണിച്ചിട്ടുള്ളത്.
സിനാപ്റ്റിക് നോബിനുള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടങ്ങിയ ചില വെസിക്കിൾസ് കാണാം. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യുന്നതിന് മുൻപായി സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പുറപ്പെടുവിക്കും. അതിൻ്റെ ഫലമായി തൊട്ടടുത്ത ന്യൂറോൺ ഇമ്പൾസുകളെ സ്വീകരിക്കാൻ തയ്യാറാവും. സോ ദ പാർട്ട് ഓഫ് ദി ന്യൂറോൺ വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് സിനാപ്റ്റിക് നോബ്. Which are the three types of nerves? Sensory nerve, motor nerve, mixed nerve. Name of the nerve that carries impulses from various parts of the body to the brain and spinal cord. Sensory nerve. Name of the nerve that carries impulses from brain and spinal cord to various parts of the body. Motor nerve. Name of nerve that carries impulses to and from the brain and spinal cord. Mixed nerve. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡിലോട്ട് പോകുന്ന നെർവുകളാണ് സെൻസറി നെർവ് എന്ന് അറിയപ്പെടുന്നത്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് വരുന്ന നെർവുകളാണ് മോട്ടോർ നെർവ്. എന്നാൽ മിക്സ്ഡ് നെർവ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും തിരിച്ച് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇമ്പൾസുകളെ പാസ് ചെയ്യുന്നു. The part of the skull that encloses the brain is known as cranium. The three-layered covering of the brain is known as meninges. The fluid that surrounds brain and spinal cord, cerebrospinal fluid. Which is the largest part of the human brain? Cerebrum. Which is the seat of intelligence and voluntary action in the brain? Cerebrum. Which is the second largest part of the brain? Cerebellum. Which part of the brain that coordinates muscular activities and maintains equilibrium of the body? Cerebellum. Which part of the brain is alcohol affected? Cerebellum. Which part of the brain control involuntary actions like heartbeat, breathing, digestion, etc.? Medulla oblongata. Which part help to connect brain and spinal cord? Medulla oblongata. Which part of the brain is the center of temperature regulation, hunger, thirst, and emotional function? Hypothalamus. Which part of the brain known as little brain? Cerebellum. The part of brain which serves as a relay station for impulses traveling to and from the cerebrum. Thalamus. ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. തിങ്കിങ് പ്രോസസ്, ഇമാജിനേഷൻ, സെൻസേഷൻ, മെമ്മറി, ഇൻ്റലിജൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന മൂവ്മെൻറ്റുകളെ ആണ് വളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലിൻ്റെയും കൈയിൻ്റെയും എല്ലാം ചലനങ്ങൾ സെറിബ്രമാണ് നിയന്ത്രിക്കുന്നത്. ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. അതായത് നമുക്ക് നേരെ നിൽക്കാനും നടക്കാനും എല്ലാം സാധിക്കുന്നത് സെറിബെല്ലത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആൽക്കഹോളിക്കായ വ്യക്തികളിൽ കാണുന്ന ക്രമരഹിതമായ ചലനങ്ങൾക്ക് കാരണം മനസ്സിലായില്ലേ? ആൽക്കഹോൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ സെറിബെല്ലം എന്ന ഭാഗത്തെയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഇമ്പൾസുകളിൽ പ്രധാനപ്പെട്ടവയെ മാത്രം തിരഞ്ഞെടുത്ത് സെറിബ്രത്തിലോട്ട് അയക്കുന്നത് തലാമസിൻ്റെ ജോലിയാണ്. തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ ബാലൻസിന് പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തേഴ്സ്റ്റ്, ഹങ്കർ തുടങ്ങിയ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്.
നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത മൂവ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ഇൻവളണ്ടറി മൂവ്മെൻറ്റ്സ്. അതായത് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് റേറ്റ്, ഡൈജഷൻ എക്സെട്ര. ഇവയെ നിയന്ത്രിക്കുന്നത് ബ്രെയിനിലെ മെഡുള്ള ഒബ്ലോങ്കേറ്റ എന്ന ഭാഗമാണ്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് മെഡുള്ള ഒബ്ലോങ്കേറ്റ.